നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്നെ ഭീഷണിപ്പെടുത്തിയാണ് അശാസ്ത്രീയമായ രീതിയിൽ ഗർഭഛിദ്രം നടത്തിച്ചത് എന്ന അതിജീവിതയുടെ മൊഴി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ശരിക്കും വെട്ടിലാക്കുകയാണ്. ഇത് സംബന്ധിച്ച മെഡിക്കൽ രേഖകളും അവർ പോലീസിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിലിന് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. താൻ ഗർഭിണിയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറിയിച്ചപ്പോൾ അടിയന്തരമായി ഗർഭഛിദ്രം നടത്തണമെന്ന് പറഞ്ഞ് രാഹുൽ തന്നെ വല്ലാതെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് യുവതി പറയുന്നത്. മാത്രമല്ല, രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി എന്നുപോലും യുവതി പരാമർശിച്ചതായി സൂചനകളുണ്ട്. രാഹുലിൻ്റെ ഭീഷണിക്ക് നിർബന്ധത്തിനും വഴങ്ങിയാണ് താൻ ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് കഴിച്ചത് എന്നാണ് ഈ അതിജീവിത മൊഴി നൽകിയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇതിനുള്ള മരുന്ന് എത്തിച്ചത്. ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടായിരുന്നു എങ്കിൽ തനിക്ക് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുകയില്ലായിരുന്നു എന്നൊക്കെയാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗുളിക കഴിച്ചതിനെ തുടർന്ന് തനിക്ക് കടുത്ത രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ്. നിരന്തരമായ രക്തസ്രാവം അനുഭവപ്പെട്ടു. അതുപോലെ വലിയ തോതിലുള്ള ക്ഷീണവുമൊക്കെ ഉണ്ടായപ്പോൾ ഒരു സർക്കാർ ആശുപത്രിയിൽ താൻ ഡോക്ടറെ കാണാൻ പോയി എന്നും, എന്നാൽ ഡോക്ടർ ഇത് സംബന്ധിച്ച് പരിശോധന നടത്തിയതിനു ശേഷം തന്നെ വളരെ ശക്തമായ ഭാഷയിൽ വഴക്ക് പറഞ്ഞു എന്നുമാണ് പറയുന്നത്. നിങ്ങൾ കാണിച്ച് ഭയങ്കര അബദ്ധമായി പോയി എന്നും, ഇതാരാണ് നിങ്ങളെ കൊല്ലാനാണോ ഈ മരുന്നതെന്ന് എന്നൊക്കെ ഡോക്ടർ ചോദിച്ചു എന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെയും ശാരീരിക പ്രശ്നങ്ങളിലൂടെയാണ് താൻ കടന്നുപോയത് എന്നാണ് അതിജീവിതയുടെ മൊഴി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആണ് ബാംഗ്ലൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് എത്തിയ രാഹുൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് താനുമായി കാര്യങ്ങൾ സംസാരിക്കുന്നതെന്നാണ് യുവതി വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഈ നിർബന്ധിത ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് വളരെ ഗുരുതരമായ ശിക്ഷ ലഭിക്കാവുന്നതാണെന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നിർബന്ധിത ഗർഭഛിദ്രം, അതുപോലെ വിവാഹവാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ തുടങ്ങിയ ഈ കുറ്റങ്ങൾക്ക് 10 വർഷം മുതൽ ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇപ്പോൾ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ചുമത്തിയിട്ടുള്ളത്. ഏതായാലും രാഹുലിൻ്റെ നിർദ്ദേശപ്രകാരം സുഹൃത്തായ ജോബി ഈ ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് തനിക്ക് എത്തിച്ചെന്നതിന് ഇതിന് യാതൊരു തരത്തിലുള്ള ഡോക്ടറെ കുറിപ്പടിയില്ലായിരുന്നു എന്നും യുവതി പ്രത്യേകമായി എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഗുളിക പെൺകുട്ടിക്ക് നൽകാനായി രാഹുലും സുഹൃത്തും തീരുമാനിച്ചത് എന്നുള്ള ചോദ്യവും അവിടെ വരുന്നുണ്ട്. ഇവർ അവിടെ ഏതെങ്കിലും ഡോക്ടറെ കണ്ടിട്ടാണോ ഈ ഗർഭഛിദ്രത്തിനുള്ള പ്രിസ്ക്രിപ്ഷൻ തയ്യാറാക്കിയത് അല്ലെങ്കിൽ വാങ്ങിയത് എന്നൊക്കെ സ്വാഭാവികമായും സംശയം വരുന്നുണ്ട്. തൻ്റെ ആരോഗ്യം അങ്ങേറ്റം വഷളായി എന്നും താൻ മാനസികമായി തകർന്ന് തരിപ്പണമായി എന്നുമാണ് കൂട്ടുകാരിയോട് ഈ അതിജീവിത സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ സന്ദേശത്തിലൊക്കെ തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എന്നാൽ രാഹുലിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് കുറച്ച് ദിവസം കൂടി കാത്തിരുന്നെങ്കിൽ തനിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുകയില്ലായിരുന്നു എന്ന് യുവതി പറയുന്നത് എന്തർത്ഥത്തിലാണ് എന്നാണ്. പ്രായവും പക്വതയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഈ അതിജീവിത എന്തുകൊണ്ടാണ് പിന്നെ ഈ ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് കഴിച്ചത് എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും തനിക്ക് വളരെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ പെട്ടെന്ന് അയാളുടെ രീതികൾ മാറുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ അതിജീവിതയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ തന്നെ ഇയാൾ പറയുന്നതെല്ലാം തന്നെ താൻ അനുസരിച്ചിരുന്നു എന്നും തന്നെ വിവാഹം കഴിക്കാം എന്ന് ഇയാൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് താനുമായി നിരന്തരമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടതെന്നുമൊക്കെയാണ് യുവതി വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങളിൽ രാഹുൽ ഈ അതിജീവിതയുമായി ഗർഭഛിദ്രം നടത്തുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോയിലൊക്കെ തന്നെ ഗർഭം ഉണ്ടാകുന്ന കാര്യത്തിൽ തനിക്ക് ഒരു കുഞ്ഞ് വേണം എന്ന് രാഹുൽ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള സന്ദേശങ്ങളാണ് പുറത്തു വന്നത്. ഇതിലൊക്കെ തന്നെ ഒരുപാട് വൈചിത്ര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ രാഹുലിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഈ അതിജീവിത തൻ്റെ കൂട്ടുകാരുമായി നടത്തുന്ന ഈ സംഭാഷണങ്ങളൊക്കെ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചതിന് പിന്നിൽ പോലും എന്തോ ഒരു നാടകമുണ്ട് എന്നുമൊക്കെയാണ് രാഹുലിനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത്രയും വളരെ ദുർഘടമായ ഒരു മാനസികാവസ്ഥയിലും ശാരീരിക അവസ്ഥയിലും കടന്നു പോകുമ്പോൾ തൻ്റെ കൂട്ടുകാരിയെ വിളിച്ച് ആശ്വാസത്തിനായി സംസാരിക്കുന്ന സമയത്ത് പോലും ആ സംഭാഷണം പോലും ഈ അതിജീവിതം റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത് എന്തിനാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഭാവിയിൽ ഇത് ഏതെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭയന്ന് തന്നെയാണോ ഈ അതിജീവിതം ഇത് ചെയ്തത് എന്നാണ് സ്വാഭാവികമായും സംശയിക്കുന്നത്. കാരണം രാഹുൽ MLA എന്ന വളരെ ഉന്നതമായ പദവിയിൽ, ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളുമായി ഭാവിയിൽ എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് തെളിവിന് വേണ്ടിയാണോ യുവതി ഇതെല്ലാം തന്നെ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത് എന്നുള്ളൊരു സംശയം ഉയരുന്നുണ്ട്. എന്നാൽ ഈ അതിജീവിതയെ അനുകൂലിക്കുന്നവർ പറയുന്നത് രാഹുലിൻ്റെ രീതികളിലും അതേ പെരുമാറ്റത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ ഈ അതിജീവിതയെ അമ്പരപ്പിച്ചു എന്നും അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് അവർ നീങ്ങിയതെന്നുമാണ് പറയപ്പെടുന്നത്. എന്നാൽ നേരത്തെ ഒന്നും തന്നെ ഈ അതിജീവിത പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പോൾ മാത്രമാണ്, കഴിഞ്ഞ ദിവസം മാത്രമാണ് അവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകുകയും മുഖ്യമന്ത്രി നിർദ്ദേശം അനുസരിച്ച് പോലീസ് ഇവരുടെ മൊഴിയെടുക്കുകയും തുടർന്ന് രാഹുലിൻ്റെ പേരിൽ വിവിധ വകുപ്പുകളനുസരിച്ച് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു MLA ആയ വ്യക്തി ഇത്തരത്തിലുള്ള നിർബന്ധിത ഗർഭഛിദ്രവും അതുപോലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കലും പോലെയുള്ള കുറ്റങ്ങൾക്ക് നിയമത്തിന് മുന്നിൽ നിൽക്കേണ്ടി വരുന്നത്.